കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടയ്ക്കൽ ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും പുതിയതായി ഭാരവാഹിത്വം ഏറ്റെടുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾക്കും സ്വീകരണം നൽകി. മുണ്ടയ്ക്കൽ 35-ാം മൈലിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബേബി സെബാസ് സ്വാഗതം അർപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് സി കല്ലൂർ അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മുണ്ടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു, കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D സുഗുണൻ, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയൻ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടയ്ക്കൽ ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് P ജീരാജ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വാഗമൺ ഡിവിഷൻ അംഗം മിനി സാബു, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷൻ മെമ്പറും KVVS ഇടുക്കി ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റുമായ ആൻസി ജെയിംസ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൻപതാൽ ഡിവിഷൻ അംഗം അയൂബ് ഖാൻ, പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് പെരുവന്താനം ഡിവിഷൻ മെമ്പർ ജോൺ P തോമസ്, KVVS യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സിജോ മോൻ തുടങ്ങിയവരെയും മുണ്ടയ്ക്കൽ പെരുവന്താനം കൊക്കയാർ ഗ്രാമപഞ്ചായത്തുകളിലെ മുണ്ടയ്ക്കൽ ഈസ്റ്റ് KVVS യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്ത് വാർഡുകളുടെ ജനപ്രതിനിധികൾക്കും യോഗത്തിൽ സ്വീകരണം നൽകി. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നോട്ടീസിനകത്ത് കുറേ ആവശ്യങ്ങൾ ജനപ്രതിനിധികളുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. അവരത് സാധിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യക്ഷൻ പുസ്തകം പറഞ്ഞു, നമ്മൾ വാടക കൊടുത്ത കടകളിൽ ഇരിക്കുന്നു, നമുക്ക് അതിൻ്റെതായ നീതി കിട്ടുന്നില്ല. കാരണം വാടകയൊന്നുമില്ലാതെ വഴിയോര കച്ചവടക്കാർ വൻ ലാഭം എടുത്തുകൊണ്ട് അവർക്ക് വേറെ കറണ്ട് ബില്ല് കൊടുക്കണ്ട, വാടക കൊടുക്കണ്ട, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അപ്പോൾ തുല്യ നീതി കിട്ടുന്നില്ല എന്നാണ് അധ്യക്ഷ പ്രസംഗം പറഞ്ഞത്. അത് ഒരു പരിധി വരെ ശരിയാണ്. തുല്യനീതി കിട്ടുന്നില്ല. കാരണം നമ്മൾ ഓരോ കടകളിലിരിക്കുമ്പോഴും പഞ്ചായത്തിൽ അതിൻ്റെതായ വാടക അടച്ചും കരം തീർത്തുമൊക്കെയാണ് നമ്മൾ കടകളിലിരിക്കുന്നത്. അപ്പം നമുക്ക് പൊതുവേ നമുക്കറിയാം, ഇപ്പം വിപണന രംഗത്ത് ഭയങ്കര മോശമായ രീതിയിൽ പോകുന്നൊരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയും മറ്റ് കച്ചവടക്കാർ നമ്മുടെ കടകളുടെ മുന്നിൽ നിന്ന് വ്യാപാരം നടത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുഴപ്പങ്ങൾ നമ്മുടെ കടകൾക്കുണ്ടാകും. നമ്മുടെ വ്യാപാരികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിശ്ചയമായും പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ അതിനൊരു നിയന്ത്രണം വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നെ കേൾക്കുന്നവർ പക്ഷേ എന്നെ വിമർശിക്കുമായിരിക്കും. എങ്കിലും വ്യാപാരി വ്യവസായികൾ പറയുന്നത് സത്യമാണ്. ഇലക്ഷന് മുമ്പ് ഇവിടെ വിപുലമായ ഒരു വ്യാപാരി സംഗമം സംഘടിപ്പിക്കുകയും അതിലൂടെ നാടിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നിലയിൽ ഇവിടെ വന്ന എല്ലാ സ്ഥാനാർത്ഥികളും അവരുടേതായ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. ഇലക്ഷന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സ്വീകരണവും അവരുടെ അഭിപ്രായം അറിയുന്നതിനും വേണ്ടി വ്യാപാരി വ്യവസായി വീണ്ടും ഒരു സ്വീകരണ പരിപാടി ഇവിടെ നടത്തിയിരിക്കുകയാണ്. അവരുടെ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രധാനമായും കൊക്കയാർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ചെറിയ പട്ടണത്തിന്റെ ഒരു സൈഡ്, ഒരു ഭാഗം കൊക്കയാർ പഞ്ചായത്തും മറു സൈഡ് പെരുവന്താനം പഞ്ചായത്തും പങ്കിടുന്ന ഒരു പ്രദേശമാണ്. തീർച്ചയായും 35-ാം മൈലിന്റെ സമഗ്രമായ പുരോഗതിയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ജനപ്രതിനിധികളുടെയും സ്വപ്നം, ചിന്താഗതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ഈ കാര്യത്തിൽ എന്റെ ചിന്താഗതിയും പ്രവൃത്തിയും ഒക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. PM റഷീദ് കൃതജ്ഞതയും അർപ്പിച്ചു.